നയം മാറ്റത്തിന് പിന്നാലെ അതിരൂക്ഷ ആഭ്യന്തര കലഹമാണ് മെറ്റയിൽ. LGBTQ+ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന രീതികളിൽ മെറ്റ കൊണ്ടുവന്ന മാറ്റങ്ങളാണ് വലിയ വിവാദമായി കമ്പനിക്കുള്ളിൽ തന്നെ ആളിപ്പടരുന്നത്. മെറ്റയുടെ പുതിയ നയമനുസരിച്ച് LGBTQ+ സമൂഹത്തിലുള്ളവരെ മാനസിക വിഭ്രാന്തിയുള്ളവരെന്ന് സമൂഹമാധ്യമങ്ങളിൽ വിശേഷിപ്പിക്കാം. ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണിതെന്നാണ് വിമർശനം. മെറ്റയിലെ ജീവനക്കാർക്കിടയിൽ വലിയ പ്രതിഷേധമാണ് ഈ നയംമാറ്റം കൊണ്ടുവന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ CEO മാർക്ക് സക്കർബർഗ് കൊണ്ടുവന്ന മാറ്റങ്ങളാണ് ഇത്തരമൊരു ജ്വാലയ്ക്ക് തിരികൊളുത്തിയത്. കമ്പനിയിലെ ആഭ്യന്തര പ്ലാറ്റ്ഫോമിലും തൊഴിലിടങ്ങളിലും പ്രതിഷേധമുയർത്തിയിരിക്കുകയാണ് ജീവനക്കാർ. LGBTQ+ സമൂഹത്തിലുള്ള നിരവധി പേരാണ് മെറ്റയിൽ ജീവനക്കാരായുള്ളത്. നയം മാറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ പലരും കമ്പനി വിടാനും ആലോചിക്കുന്നു. മെറ്റയുടെ പ്രഖ്യാപിത മൂല്യങ്ങളാണ് തകർന്നതെന്ന് ഇവർ വാദിക്കുന്നു. വിദ്വേഷ പ്രസംഗത്തിന് വഴിവെക്കുമെന്നും അഭിപ്രായമുണ്ട്. എന്നാൽ വൈവിധ്യമാർന്ന വിഷയങ്ങൾ ചർച്ചയായി ഉയരുന്നതിനു വേണ്ടിയുള്ള പ്രോത്സാഹനമെന്നാണ് മെറ്റ നേതൃത്വത്തിന്റെ നിലപാട്. എങ്ങനെ ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടു എന്നതിൽ സുതാര്യമായ മറുപടിയാണ് ജീവനക്കാർ ആവശ്യപ്പെടുന്നത്. LGBTQ+ സമൂഹത്തിൽ ഉള്ളവരുമായി ചർച്ച ചെയ്തിട്ട് വേണമായിരുന്നു എന്നും ജീവനക്കാർ രോഷം കൊള്ളുന്നു. മെറ്റ ജീവനക്കാർക്കിടയിലെ ചർച്ചകളുടെ സ്ക്രീൻഷോട്ടുകളും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ചില ജീവനക്കാർ നിലവിലെ സാഹചര്യത്തെ ആകെ കുഴപ്പമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. LGBTQ+ സമൂഹത്തിൽപ്പെട്ട ജീവനക്കാരുടെ മനോവീര്യം ഏറ്റവും മോശം അവസ്ഥയിലാകാമെന്ന് ഒരു ജീവനക്കാരൻ കുറിക്കുന്നു. സ്ഥാപനത്തിന്റെ പെരുമയ്ക്ക് സ്വയം തിരിച്ചടി നൽകിയെന്നും മറ്റൊരു ജീവനക്കാരൻ. ഉള്ളടക്കം സംബന്ധിച്ച് കൈക്കൊള്ളുന്ന നയമാറ്റങ്ങളിൽ മുമ്പും മെറ്റ വിമർശനം നേരിട്ടിട്ടുണ്ട്. പാർശ്വവൽകൃത സമൂഹങ്ങളെ സംരക്ഷിക്കുന്നതിൽ പരാജയമാണെന്നും നയങ്ങളിലെ സ്ഥിരതയില്ലായ്മ ആപത്താണെന്നും വിമർശനമുയർന്നിരുന്നു. ആശയവൈവിധ്യമാണ് ലക്ഷ്യമെന്ന മെറ്റയുടെ വാദത്തെ ഭൂരിഭാഗം സോഷ്യൽ മീഡിയ വിദഗ്ധരും തള്ളുകയാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എന്നിവയിൽ നിന്ന് ഫാക്ട് ചെക്കേഴ്സിനെ ഒഴിവാക്കാനുള്ള നീക്കവും വിമർശനം നേരിടുന്നു. സുരക്ഷിതമായ ഓൺലൈൻ ഇടങ്ങൾ നിലനിർത്താനുള്ള ബാധ്യത മെറ്റ വിസ്മരിക്കുന്നുവെന്നാണ് വിമർശനം. രാഷ്ട്രീയ സമ്മർദ്ദവും മെറ്റയുടെ നയമാറ്റത്തിന് കാരണമായെന്ന വിലയിരുത്തലുകളുണ്ട്. വലതുപക്ഷ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കാനാണ് സക്കർബർഗ് ശ്രമിക്കുന്നതെന്നാണ് ആക്ഷേപം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെയാണ് മെറ്റയുടെ പുതിയ തീരുമാനം. മെറ്റയുടെ ഫാക്ട് ചെക്കിംഗ് നയത്തെ ട്രംപും റിപ്പബ്ലിക്കൻ പാർട്ടിയും രൂക്ഷമായി വിമർശിച്ചിരുന്നു. മെറ്റയുടെ പുതിയ തീരുമാനത്തെ ട്രംപ് ക്യാമ്പ് സ്വാഗതം ചെയ്യുകയും ചെയ്തു. വിവാദം കൊടുമ്പിരി കൊള്ളുമ്പോഴും വേണ്ട പോലെ ഇടപെടാൻ സക്കർബർഗിന് സാധിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. പ്രതിഷേധങ്ങളെ ലഘൂകരിച്ച സക്കർബർഗ് നയംമാറ്റത്തെ ഭൂരിഭാഗം പേരും സ്വാഗതം ചെയ്യുന്നുവെന്നാണ് ത്രെഡ്സിൽ കുറിച്ചത്. സ്വന്തം ജീവനക്കാർ തന്നെ രംഗത്തെത്തിയ സാഹചര്യത്തിൽ മെറ്റയുടെ ഭാഗത്തുനിന്ന് നിലപാട് മാറ്റമുണ്ടാകുമോ എന്നാണ് കാത്തിരുന്നറിയേണ്ടത്.